ഹായ് ഗായ്സ്, ഞാൻ ആദ്യം നിങ്ങൾക്കൊരു കഥ കേൾപ്പിച്ചു തരാം. പ്രമുഖനായ ഒരു ഓങ്കോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ മാർക്ക് കോൺഫറൻസിന് വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. സാങ്കേതിക തകരാറുകൾ കാരണം തൊട്ടടുത്ത എയർപോർട്ടിൽ ഫ്ലൈറ്റ് എമർജൻസി ലാൻഡ് ചെയ്തു. അദ്ദേഹം ഒരു കാർ റെൻറ്റിനെടുത്ത് യാത്ര തുടങ്ങി. എന്നാൽ വഴിയിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു കൊടുങ്കാറ്റും മഴയും അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ വഴി തെറ്റി. ആ വഴിയിലൂടെ ഒരുപാട് മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയ വീട് കണ്ടു. ആ വീട്ടുകാരോട് വഴി ചോദിക്കാനായി അദ്ദേഹം അങ്ങോട്ട് കയറി ചെന്നു. ആ വീട്ടിൽ ഒരമ്മയും കുഞ്ഞുമാണ് ഉണ്ടായിരുന്നത്. കാലാവസ്ഥ ശരിയാകുന്നത് വരെ ഇവിടെ വിശ്രമിച്ച് യാത്ര തുടർന്നാൽ മതിയെന്ന് അദ്ദേഹത്തോട് അവരാവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയതിന് ശേഷം അവർ പ്രാർത്ഥിക്കാനായിട്ട് പോയി. പ്രാർത്ഥന കഴിഞ്ഞു വന്ന സ്ത്രീയോട് ഡോക്ടർ മാർക്ക് ചോദിച്ചു, എന്താണ് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചത്? അദ്ദേഹത്തോടായി പറഞ്ഞു, ഇതെൻ്റെ 2 വയസ്സുള്ള കുഞ്ഞാണ്. ഇവന് ലോകത്തിലെ ഏറ്റവും റെയറായിട്ടുള്ള ഒരു ക്യാൻസറാണ്. ഇവനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ഡോക്ടർ മാർക്ക് എന്ന ഡോക്ടറാണ്. പക്ഷേ അദ്ദേഹത്തെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പോലും ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വഴിയിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. അറിയാതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു, ഗോഡ് ഈസ് ഗ്രേറ്റ്, ദിസ് ഈസ് ദ പവർ ഓഫ് പ്രയർ. ഈ കഥ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വാവ്, ഗോഡ് ഈസ് ഗ്രേറ്റ് അല്ലേ? പക്ഷെ എനിക്ക് അങ്ങനെയല്ല ചിന്തിക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഇതിനെ ഒരു കഥയായിട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ചർച്ച ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഇതൊരു കഥയല്ലേ, ആ കഥയെ കഥയായിട്ട് തന്നെ കണ്ടാൽ പോരെയെന്ന്. ഇപ്പൊ ഈ കഥയുടെ മോറൽ എന്ന് പറയുന്നത്, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടും എന്നുള്ളതാണ് ഈ കഥയുടെ മോറലായിട്ട് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം എൻ്റെ സംശയം എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഥയിൽ പറയുന്നത് കൂട്ട് ആദ്യം ഫ്ലൈറ്റ് തകരാറിലാക്കി, അതിനുശേഷം ആ ഡോക്ടറെ കൊണ്ട് കാറ് റെന്റിനെടുക്കാൻ തോന്നിപ്പിച്ചു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കാറ്റും മഴയും വരുത്തി ആ ഡോക്ടറെ വഴി തെറ്റിച്ച് വേറൊരു ആ വീട്ടിൽ കറക്റ്റായിട്ട് എത്തിച്ച ആ ദൈവത്തിന് എന്തുകൊണ്ട് ആ കുഞ്ഞിന്റെ അസുഖം ആ അമ്മ പ്രാർത്ഥിച്ചപ്പം തന്നെ മാറ്റിക്കൊടുത്തൂടാ? അതിനെന്തിന് ഈ ഒരു ഡോക്ടറെ ഇത്രയും ഉപദ്രവിച്ച് ആ വീടിന്റെ ഫ്രണ്ട് വരെ നമ്മൾക്ക് എത്തിക്കണം? ദൈവത്തിന് ഇങ്ങനെ ഒരാളെ സഹായിക്കാനെ കൊണ്ട് മറ്റൊരാളെ ഇത്രയും ഉപദ്രവിച്ച് അവിടെ വരെ എത്തിക്കേണ്ട കാര്യം എന്താണ്? അതല്ലെങ്കിൽ എന്തിനാണ് ഈ മനുഷ്യൻ കണ്ടുപിടിച്ച വൈദ്യസഹായത്തിന്റെ സഹായം എന്തിനാണ് ദൈവത്തിന്? ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ക്യാൻസർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിനും ഹാപ്പി, അമ്മയ്ക്കും ഹാപ്പി. അതേപോലെ തന്നെ ഈ ക്യാൻസറിന്റെ ചികിത്സ എന്ന് പറയുന്നത് തന്നെ എന്തുമാത്രം വേദനാജനകമാ. അത് ആ കുഞ്ഞിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് നല്ല രീതിയിൽ സുഖം പ്രാപിച്ച്, 2 വയസ്സുള്ള കുഞ്ഞിന് നല്ല രീതിയിൽ സുഖം പ്രാപിച്ച് കുഞ്ഞിന്റെ കാര്യം നോക്കി അമ്മയ്ക്ക് അതിന്റെ പൈസ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോക്കൂടെ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലുള്ള കഥകൾ കേട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥന കാര്യങ്ങൾ ഇരിക്കാതെ ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ നോക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ കഥ പറഞ്ഞ ആളോട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കഥ പറയാനുള്ള കഴിവുണ്ട്. നിങ്ങൾ പറയുന്ന കഥ ആരായാലും ഇങ്ങനെ കേട്ടിരുന്നു പോകും. അങ്ങനെയുള്ള ഒരാള് ഇങ്ങനത്തെ കഥകൾ പറയാതെ ഒരു സമൂഹത്തിനെ മൊത്തം വീണ്ടും ഇതേപോലെ അന്ധവിശ്വാസങ്ങളിൽ കൊണ്ട് തളച്ചിടാതെ നിങ്ങളാൽ കഴിയുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ നോക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ.